ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഈ ഒരു സമയം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ സോൾ എനർജി ഇപ്പം എന്താണ്, നിങ്ങളുടെ ആ സോൾ എനർജി ഇപ്പം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ സോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നത്. കണ്ടിന്യൂസ് നിരന്തരമായിട്ട് നമ്മളുടെ തോട്ട്സ് എന്താണ് എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഈ തോട്ട്സ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഉള്ളത്. അതിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു റീഡിംഗ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്ന് ഒബ്സർവ് ചെയ്താലും മനസ്സിലാവും നിങ്ങൾ ഇപ്പോൾ നിലവിലൊക്കെ എന്താണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പുറകിലേക്കൊന്ന് ചിന്തിച്ചു നോക്കുക. കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ്സ് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടങ്ങളുണ്ട്. അപ്പം നമ്മൾ സമയം നല്ലതാണ് എന്നൊക്കെ പറയും പൊതുവെ. ആ ഒരു സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, നിങ്ങളുടെ ചിന്തകൾ എവിടെയായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒന്ന് ഓർത്തെടുക്കുക. അതുപോലെ നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് ഫെയിലിയേഴ്സ് ആയിരിക്കാം, ചാലഞ്ചസ് പല രീതിയിലും, ഒബ്സ്റ്റക്കിൾസ്, ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള കാലഘട്ടത്തിൽ ആ സമയത്ത് നിങ്ങളുടെ ചിന്താരീതി എന്തായിരുന്നു എന്നും ചിന്തിക്കുക. ഇത് രണ്ടും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്വയം മനസ്സിലാകാനായിട്ട് സാധിക്കും നിങ്ങൾ എന്തിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങൾ ഏത് ഇമോഷൻസിൽ കൂടി കടന്നുപോയപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വന്നത്, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയി വന്നിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തുന്നത് വഴി തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ തോട്ട്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുവഴി ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു, അതിനനുസൃതമായി നിങ്ങളുടെ തോട്ട്സിനെ മോൾഡ് ചെയ്തെടുക്കാനും സബ് കോൺഷ്യസിലേക്ക് ഫീഡ് ചെയ്യാനുമുള്ള അറിവ് ഏറെക്കുറെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കും. അത് ഓരോ വ്യക്തികൾക്കും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്, രീതികളും വ്യത്യസ്തമാണ്. അത് കൊണ്ട് തന്നെ അത് ഇംപേഴ്സണലൈസ്ഡ് ആണ്. അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമാണ്. ജനറലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. ഒബ്വിയസ്ലി നമ്മൾ വളരെ ഭയത്തിൽ, ട്രോമയിൽ, ടെൻഷനിൽ, ആങ്സൈറ്റിയിൽ ഒക്കെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രസന്റിൽ ഇരിക്കാൻ പറ്റാത്ത സമയത്ത് ഒക്കെ നമ്മൾ ചാലഞ്ചസിനെ തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇപ്പോഴും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ അട്രാക്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്, അതായത് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ യൂണിവേഴ്സ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നും കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്നില്ല. ഇതെല്ലാം ഒരു കോസ് ആൻഡ് എഫക്റ്റ് പോലെയാണ്. നമ്മളുടെ ഒരു ചിന്തയ്ക്ക് ഒരു റിസൾട്ട് ലഭിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. കാര്യം നമ്മൾ യൂണിവേഴ്സിലേക്ക് എമിറ്റ് ചെയ്യുകയാണ് ഈ ഒരു തോട്ടിന്. ആ ഒരു തോട്ട് നമ്മളിലേക്ക് തിരിച്ച് മാനിഫെസ്റ്റ് ആയി വരിക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ അത് നാളെ. അത് എത്രത്തോളം പവർഫുൾ ആകുന്നു ആ തോട്ട്, അതനുസരിച്ച് ആ കാര്യം, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ്. അതിന്റെ പവർ കൂടുന്നതനുസരിച്ച്, അതായത് നിങ്ങൾ ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതനുസരിച്ച്, അതിനെയാണ് പവർ കൂടുക എന്ന് പറയുന്നത്.
നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻസോട് കൂടിയിട്ട് അടിയുറച്ചു വിശ്വസിക്കുന്നു ഇതാണ് നടക്കാൻ പോകുന്നത്, ഇത് എന്നിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നു, അത് നിങ്ങളിലേക്ക് തീർച്ചയായും വരും. അപ്പൊ അവിടെ അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങളിലേക്ക് ചാലഞ്ചസ് വരുന്നതിനെ ബ്ലെയിം ചെയ്യേണ്ടത് അവിടെ ആരെയാണ്? അപ്പൊ നിങ്ങളെ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക, പോസിറ്റീവ് ചിന്തിക്കുക, അത് ശക്തമായി കോൺഫിഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളിലേക്ക് ആ പോസിറ്റീവ് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിനു വേണ്ടി ഉള്ള പ്ലാൻ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്യുകയാണ് ഇപ്പോൾ. അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഇത് ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് സ്നേക്ക് ആണ്. ആൻഡ് ഇത് ഗ്രൂപ്പ് നമ്പർ 2 ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 75% നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മെസ്സേജസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇതൊരു ജെന്റിൽനെസ് ആയിട്ടുള്ള ഒരു റീഡിങ്ങുമാണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതാണ്. കാരണം ഈ ഒരു വീഡിയോ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിനൊരു പേർപ്പസ് ഉണ്ട് ഡെഫിനറ്റ്ലി. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ചോദിക്കുക, എൻ്റെ സോൾ എനർജി എന്താണ്, എൻ്റെ സോൾ എന്താണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പിക്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. യെസ്, അപ്പൊ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസിന് താല്പര്യമുണ്ട്, ഒരു പേഴ്സണൽ ഗൈഡൻസിന് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്പിരിച്വൽ അഡ്വൈസസ്, സ്പിരിച്വൽ ഗൈഡൻസസ്, ഹീലിംഗ് സെഷൻസ്, അതുപോലെ തെറപ്പി സെഷൻസ്, സൈക്കോളജി കൗൺസിലിംഗ് സെഷൻസിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 സ്നേക്ക് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 ഇതാണ് നിങ്ങളുടെ സ്പ്രെഡ്. നമുക്ക് സ്നേക്ക് സെലക്ട് ചെയ്ത നിങ്ങളുടെ സ്പ്രെഡ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങളുടെ അഫർമേഷൻ ആണ്, നമുക്കത് ലാസ്റ്റ് നോക്കാവുന്നതാണ്. നിങ്ങളുടെ സോള് നിങ്ങളിലേക്ക് ഇപ്പോൾ എന്താണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, പേജ് ഓഫ് വോയിസസ്, 4 ഓഫ് മെറ്റീരിയൽസ്, 5 ഓഫ് ഇമോഷൻസ്. ഓക്കെ, ചെറി എനർജി വന്നിട്ടുണ്ട്, അക്കേഷ്യ, പ്രൈഡ് ആൻഡ് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സ്പ്രെഡ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റീഡ് ചെയ്യാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ പേജ് ഓഫ് വോയിസസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേജ് ഓഫ് വോയിസ് സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യൂരിയസ് ആൻഡ് ഇന്റലിജന്റ് തിങ്സ് എന്നുള്ളതാണ്. നോളജ് ആണ്, ലേണിങ്സ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തേഴ്സ്റ്റ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തേഴ്സ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു ക്വസ്റ്റ് ഫോർ നോളജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ ഇത് കാണുന്ന വ്യക്തികൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്ന് പറയാം. കാരണം നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതല്ലാത്ത വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങളുടെ അത് കരിയറിലായിക്കോട്ടെ അതല്ലെങ്കിൽ ജനറൽ ആയിട്ട് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് നേച്ചർ, അതായത് നമ്മൾ ഈ യൂണിവേഴ്സ് എന്താണ്, ഞാൻ എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിങ് ആണ് ഉണ്ടാവുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അതിൻ്റെ എല്ലാം ഉത്തരങ്ങളെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ
ജീവിതത്തിലേക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സോള് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ പേജ് ഓഫ് വോയിസ് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വാർണിംഗ് പോലെ തരുകയാണ്. നിങ്ങളുടെ സംസാരം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിന് ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് നമ്പർ 1. കാരണം നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്താണ് കറക്റ്റായിട്ട് പറയേണ്ടത് എന്നുള്ളത് അനവസരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കുക. അങ്ങനെ ഒരു മെസ്സേജും കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ബ്ലാക്ക് കളർ കാണിക്കുന്നത് നിങ്ങളുടെ തോട്ട്സിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തും അവിടെ ചെറിയ ചെറിയ സംശയത്തിന്റെ രീതിയിൽ മലഫിക് ആയിട്ടുള്ള തോട്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു തോട്ട്സ് നിങ്ങളെ കുറച്ച് റൂഡായിട്ട് സംസാരിപ്പിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിങ്ങൾ വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുകയും അതൊരു പീപ്പിൾ പ്ലീസർ എന്നുള്ള ലെവലിലല്ല, സത്യസന്ധമായി കാര്യങ്ങളെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾ മ്യൂസിക്കുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ സംസാരത്തിലൂടെ നിങ്ങളുടെ ഒരു ജീവിത മാർഗം മെച്ചപ്പെടുത്തുന്ന വ്യക്തികളാണെങ്കിൽ, ആങ്കറിങ് ചെയ്യുന്ന വ്യക്തികൾ, ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒരു പ്യൂരിഫൈഡ് ഫോമിലേക്ക് പഠനങ്ങൾ നടത്താനും നിങ്ങളുടെ ശബ്ദം, അതായത് നിങ്ങളുടെ ഉള്ളിൽ സരസ്വതി ദേവിയെ നിങ്ങൾക്ക് ഉണർത്താനായിട്ട് സാധിക്കുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ മെച്ചപ്പെടണം എന്നുള്ള ഒരു തോട്ടിനെ തന്നെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് മെറ്റീരിയൽസ് ആൻഡ് 5 ഓഫ് ഇമോഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ അകത്ത് ഒരു ലോസ് വന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് പാസ്റ്റിൽ നിങ്ങൾ നടന്നിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡന്റിനെ ചിന്തിച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു നഷ്ടം എന്ന് പറയുന്ന ഒരു ഇമോഷനെ നിങ്ങൾ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് പാസ്റ്റാണ്, അത് കഴിഞ്ഞു പോയി. ആ സംഭവം കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ആ മെമ്മറീസ് മായ്ച്ചു കളയാനായിട്ട് ഇപ്പോൾ ശ്രമിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ്. അത് അത്ര എളുപ്പമായിരിക്കില്ല, പക്ഷെ നിങ്ങൾ അത് ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചേഞ്ച് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഇവിടെ അട്രാക്ട് ചെയ്യുന്നത് ഒരു ലോസ്. കാരണം നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ ഇപ്പോഴും സ്റ്റക്കാണ്, അവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് മൂവ്മെന്റ് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു മൂവ്മെന്റ് കൊണ്ടുവരണം എന്നുള്ള ഒരു മെസ്സേജാണ്. അതുവഴി നിങ്ങൾക്ക് ചേഞ്ച് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് നിങ്ങൾ ഒരു കൺഫ്യൂസിങ് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ വീണ്ടും നിങ്ങൾ പാസ്റ്റ് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ സബ് കോൺഷ്യസിന് കൺഫ്യൂഷൻസ് അല്ലേ കൊടുക്കുന്നത്, കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സ് ആണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കോൺഫ്ലിക്റ്റിംഗ് മെസ്സേജസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത് ഏതാണ് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത്, നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, അതായത് സൊല്യൂഷൻസ് പുറത്തു വന്ന് എന്തൊക്കെ ചെയ്യാം, എങ്ങനെ പുറത്തു വരാം, അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അതായത് ഡെഫിനറ്റ്ലി അത് ചേഞ്ച് തന്നെയാണ്. എന്നാൽ നിങ്ങൾ കൂടുതൽ സമയവും നിങ്ങളുടെ പാസ്റ്റ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പാസ്റ്റ് തന്നെ ഒരു പാറ്റേൺ പോലെ വീണ്ടും റെപ്പറ്റേറ്റീവ് സൈക്കിൾ പോലെ അട്രാക്ട് ചെയ്യും നിങ്ങൾ എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ആണ്. കാരണം ഇവിടെ നമുക്ക് ജഡ്ജ്മെന്റിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇതില് ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പം ഒരു ആത്മപരിശോധന നിങ്ങൾക്ക് ഇപ്പൊ അനിവാര്യമാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ കൺഫ്യൂസ്ഡ് ആണ്.
എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസിലും ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ അത് നിങ്ങളിലേക്ക് വരേണ്ട പോസിറ്റീവ് കാര്യങ്ങളെ ഡിലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ വിധിക്ക് വിട്ടുകൊടുക്കല്ല വേണ്ടത്. വരുന്നത് പോലെ വരട്ടെ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട്, ഡിവൈനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ കോക്രിയേറ്റ് ചെയ്യുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ റോള്? നിങ്ങൾ കംപ്ലീറ്റ്ലി പവർലെസ് ആയിട്ടുള്ള ഒരു റോബോട്ട് മാതിരിയാവും. അങ്ങനെയല്ല, നിങ്ങളുടെ മൈൻഡ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ഡിവൈൻ്റെ ഒരു അംശം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സോളിന് ഡിവൈൻ്റെതായിട്ടുള്ള എല്ലാ പവേഴ്സും ഉണ്ട്, എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. പക്ഷെ അതിന്റെ അളവ് കുറവാണ് എന്ന് മാത്രം, ആ മാഗ്നിറ്റ്യൂഡ് കുറവാണ് എന്ന് മാത്രം. ദാറ്റ് ഡസൻറ്റ് മീൻ അത് പവർ ഇല്ലാത്ത ഒരു സാധനമല്ല. ഇറ്റ്സ് വെരി പവർഫുൾ, വെരി സ്ട്രോങ്. ആ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് യൂസ് ചെയ്ത് യൂണിവേഴ്സുമായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ യു ഓൾവേസ് ഡ്രീം അബൌട്ട്. അപ്പൊ അങ്ങനെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയം. യഥാർത്ഥത്തിൽ എന്താണ് എനിക്ക് വേണ്ടത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, ഹൗ ഷുഡ് ഐ കറക്റ്റ് മൈസെൽഫ് എന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റ് അത് നിങ്ങളിപ്പോൾ സ്വയം ചെയ്യേണ്ടതാണ്. ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ യുണീക്ക് പാത്ത് ആൻഡ് ചാലഞ്ചസ്. ഓരോ വ്യക്തികളുടെ ജീവിതവും വ്യത്യസ്തമാണ്. കാരണം ഓരോ വ്യക്തികളുടെ ചിന്താ രീതികളും വ്യത്യസ്തമാണ്. അവൻ എന്താണ് ചിന്തിക്കുന്നത് അതാണ് അവന്റെ ജീവിതത്തിൽ വരുന്നത്. അവൻ ഈ ഒരു സമയം ഒരു കരിയറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അവനിലേക്ക് എത്താൻ പോകുന്നത് കരിയറിന്റെ പ്രോഗ്രസ് ആണ്. അതേസമയം നിങ്ങൾ സെയിം പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് റിലേഷൻഷിപ്പാണ്. അപ്പം ഒരേ ടൈം ലൈനിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പും നിങ്ങളുടെ ഫ്രണ്ടിന് കരിയറും ഉണ്ടായി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ് എനിക്ക് എന്തുകൊണ്ടാണ് കരിയർ ഉണ്ടാകാതെ പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, നിങ്ങളുടെ എനർജി നിങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ചിന്തിക്കുകയാണ് എനിക്ക് കരിയർ ഉണ്ടായി പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് വേണ്ട റിലേഷൻഷിപ്പ് വരാത്തത്. നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തി ആ സമയത്ത് റിലേഷൻഷിപ്പിനല്ല ഫോക്കസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവനിലേക്ക് വന്നത് അവരെന്താണോ ഫോക്കസ് കൊടുത്തത് അതാണ്. അപ്പൊ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ എവിടെ കൊടുക്കുന്നു ആ ഒരു കാര്യത്തിലേക്കുള്ള ഒരു പ്ലാൻ ആണ് നിങ്ങളുടെ ലൈഫിൽ വർക്ക്ഔട്ട് ആയിട്ട് വരിക. അപ്പൊ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഡിലേ ഉണ്ടാകുന്നത്? അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് വേണ്ടത്. ആൻഡ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈഡ് ആണ്. ഐ ലവ് മൈസെൽഫ് ആൻഡ് ഐ സീ മൈസെൽഫ് ഇൻ എവ്രി വൺ. ഈ ഒരു 4 ഓഫ് മെറ്റീരിയൽസിന്റെ എനർജി, പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്ന സമയത്ത് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് വലിയൊരു സക്സസ് ആണ്. അതായത് നിങ്ങൾക്ക് സ്വയം പ്രൗഡ് ആകാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അതായത് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്തായിരുന്നു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു തെറ്റ് പറ്റിയത്, ആ തോട്ട് പ്രോസസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സിനെ എങ്ങനെ നിങ്ങൾ നെഗറ്റീവ് ആക്കിയപ്പോഴാണ് നിങ്ങളിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്, ചാലഞ്ചസ് അട്രാക്ട് ചെയ്തത്, ഒബ്സ്റ്റക്കിൾസ് അട്രാക്ട് ചെയ്തത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടുന്ന് നിങ്ങൾ കറക്ഷൻസ് നടത്തുക. നിങ്ങളിലേക്ക് ആ ഒരു തിരിച്ചറിവ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ സക്സസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വരുത്തിയത് എന്നുള്ളത്
നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നിങ്ങൾ ആ ഒരു നോളജ് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കൂടുതലായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഏജ് വരെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ ഏജിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ചാലഞ്ചസ് ആണ്. വർഷങ്ങളായി എൻ്റെ ജീവിതം സ്റ്റക്കാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത തോട്ട്സ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു സെപ്പറേഷൻ, ഒരു വഴക്ക്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ ഏതെങ്കിലും ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ തുടർന്ന് നിങ്ങളുടെ മനസ്സ് വളരെ ഹോപ്പ്ലെസ് ആയി പോയിട്ടുണ്ടെങ്കിൽ, വളരെ നെഗറ്റീവ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അതാണ് പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ആ ട്രിഗർ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ അത് ക്ലിയർ ചെയ്യുക. അങ്ങനെ ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് മാറ്റി റീപ്ലേസ് ഇറ്റ് വിത്ത് ഹാപ്പി തോട്ട്സ് എന്നുള്ളതാണ്. റീപ്ലേസ് ഇറ്റ് വിത്ത് ഹോപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചെറി ആൻഡ് അക്കേഷ്യ എനർജി. ഈ അക്കേഷ്യ എനർജി പറയുന്നത് നമുക്ക് ഈ പേജ് ഓഫ് വോയിസസിൽ പറഞ്ഞതുപോലെയാണ്. നിങ്ങളുടെ ഇൻസൈറ്റ്സ് വർദ്ധിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ്. നിങ്ങളുടെ വേരുകൾ ഉറക്കുകയാണ്, നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്ന ഒരു മെസ്സേജാണ്. അക്കേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് എനർജിയാണ്, അത് എക്സിസ്റ്റൻസിന്റെ ഒരു എനർജിയാണ്. അതായത് മുന്നോട്ടേക്ക് ഇനി നിങ്ങൾക്കുള്ള കുറെ വർഷത്തേക്ക് വേണ്ട അടിത്തറ നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ചില വ്യക്തികൾക്ക് ഒരു ജോലി പുതിയതായിട്ട് ലഭിക്കുന്നതാവാം. അപ്പൊ അവരുടെ ഫ്യൂച്ചർ സേഫ് ആൻഡ് സെക്യൂർ ആക്കാനുള്ളത് ആ ഒരു ഫൗണ്ടേഷൻ അവരിപ്പോൾ സെറ്റ് ചെയ്തു. ചില വ്യക്തികൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എക്സാം സക്സസ്ഫുള്ളി പാസ്സായി നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള അടിത്തറ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ചില വ്യക്തികൾക്ക് ഇവിടെ മാരേജ് ആയിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുതരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ആ സ്റ്റെബിലിറ്റിയെ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വെരി സൂൺ വരാനായിട്ട് പോകുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അതെല്ലാം അട്രാക്ട് ചെയ്ത് കൊണ്ടുതരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് ചെറി എനർജി ആണ് ഉള്ളത്. ഈ ഒരു ചെറി എനർജി എന്ന് പറയുന്നത് നമുക്കൊരു പ്യൂരിറ്റിയുടെ ഒരു കാർഡാണ്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനെയും സൂചിപ്പിക്കുന്നത്. അതായത് വിന്റർ അവസാനിച്ച് സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ചെറി ഫ്ലവേഴ്സ് ഇങ്ങനെ ബ്ലൂം ചെയ്ത് വരുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സൈക്കിൾസ് ഓഫ് നേച്ചറിനെയൊക്കെ അത് സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ചെറി ഉള്ളത്. അതായത് ഇവിടെ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്ന ഒരു എനർജി പറയാം. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് എൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു എനർജി, ഒരു പുതിയ തുടക്കം, അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുനർജന്മം എന്ന് പറയുന്നത് പോലെ റീബർത്ത് എനർജി. അപ്പൊ അതിൽ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് നേച്ചർ, നിങ്ങൾ ആ ഒരു സൈക്കിള് വിശ്വസിക്കുക. ഇതൊരു എൻഡ്ലെസ് സൈക്കിളാണ്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ അതിനൊരു പവർ തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മൈൻഡ് വെക്കുക എന്നുണ്ടെങ്കിൽ ഈ സൈക്കിളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സൈക്കിൾസിനെ നമുക്ക് കൂടുതലായിട്ട് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതേസമയം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് നെഗറ്റീവ് ആവുന്നതനുസരിച്ച് ഈ സൈക്കിളും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അതായത് ചാലഞ്ചിങ്ങിലേക്ക് സൈക്കിൾ റൺ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഹാപ്പി ആവുമ്പോൾ ഇത് ഹാപ്പിനെസ്സിലേക്ക് റൺ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് വെക്കുക. ഈ പോസിറ്റീവ് തോട്ട്സ് വെക്കുക എന്ന് പറയുമ്പോൾ ട്രൂത്ത്ഫുൾ ആയിരിക്കാൻ നിങ്ങളോട് തന്നെ, ഹോണസ്റ്റ് ആയിരിക്കുക മറ്റുള്ളവരോട്. നമ്മൾ അങ്ങനെ പ്യുവർ ആയിട്ടുള്ള തോട്ട്സ് എപ്പോഴും മൈൻഡിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. വാട്ട് യു തിങ്ക് യു ആർ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലേക്ക് ഇരിക്കുക. എല്ലാ കാര്യത്തിനെയും ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട്, ഒരു ലവിങ് ഹാർട്ടോട് കൂടിയിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യണം എന്നല്ല, അതല്ലെങ്കിൽ ചേർത്ത് വെക്കണം എന്നല്ല. റിമൂവ് യുവർ സെൽഫ് ഫ്രം ദ നെഗറ്റീവ് എനർജി. എന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് കണ്ടെത്തുക, എൻവയൺമെന്റ് കണ്ടെത്തുക. ആ ഒരു സൈക്കിളിൽ, ആ ഒരു സർക്കിളിൽ നിങ്ങളെ തന്നെ ഹാപ്പി ആക്കി കൊണ്ടുപോവുക എന്നുള്ളൊരു എനർജിയാണ്. ആൻഡ് ദെൻ സ്നേക്ക് ആണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത്. ആൻഡ് അത് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയാണ്. സ്നേക്ക് എങ്ങനെയാണ്? പടം പൊഴിച്ച് പുതിയ സ്കിന്ന് വരും അല്ലെ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പാസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അതുപോലെ ആവണം എന്നുള്ള ഒരു നിർബന്ധങ്ങളൊന്നുമല്ല. നിങ്ങളുടെ ചേഞ്ചിന് അതൊരു തടസ്സവുമല്ല എന്നുള്ള ഒരു മെസ്സേജാണ്. പാസ്റ്റ് എന്തായിരുന്നു അത് കഴിഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ അതിന് തടസ്സമായിട്ടൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. ആകെ അതിനൊരു തടസ്സമായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. ആ മനസ്സിനെ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈസിയാണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതായത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇവിടെ ചില വ്യക്തികൾക്ക് മാരേജ് ആൻഡ് ചൈൽഡ് ബർത്ത് ഉണ്ടാവുന്നുണ്ട്. സ്നേക്ക് എന്ന് പറയുന്ന ഒരു എനർജി ആ പോസിറ്റിവിറ്റിയുടെ ആണ്, ഒരു അബണ്ടൻസിന്റെ ഒരു എനർജിയും കൂടാണ്. നിങ്ങളിലേക്ക് ഒരു ഫെമിനിറ്റി വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയും കൂടാണ്. അതുപോലെ നിങ്ങളുടെ സെൻസസ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ഹീലിംഗ് നിങ്ങളിവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥം നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ റെക്കഗ്നൈസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു തിരിച്ചറിവ്, നിങ്ങൾ എന്താണ് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവ്, അങ്ങനെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറുന്നതായിട്ടും ചില വ്യക്തികൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടലി ഒരു ഗ്രോത്ത്, ഒരു അബണ്ടൻസ്, ഒരു റിന്യൂവൽ, ഒരു കണക്ഷൻ, ഒരു ഡീപ്പർ കണക്ഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, അതായത് നിങ്ങൾക്ക് ആ ഒരു റീബർത്തിന്റെ എനർജി ഇവിടെ വളരെ ശക്തമാണ്. അതുപോലെ സെലിബ്രേഷൻ, റീബർത്ത് ആൻഡ് സെലിബ്രേഷൻ, നിങ്ങളെ തന്നെ നിങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ്. അതിന്റെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക്, അതാണ് നിങ്ങൾ ഇവിടെ അട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ആ പുതിയ വേർഷൻ ഓഫ് നിങ്ങളെ നിങ്ങൾ വളരെ അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ആ ഒരു രൂപമാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ചേഞ്ചാണ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്ന് പറയുന്നത് മൈ ബോഡി ആൻഡ് മൈ ഫീലിങ്സ് ആർ വാലിഡ് എന്നുള്ള ഒരു അഫർമേഷൻ നിങ്ങൾക്കിപ്പോൾ പറയാവുന്നതാണ്. ഈ ഒരു അഫർമേഷൻ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഒക്കെ പ്രയോറിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ഇത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പ്രയോറിറ്റി കൊടുത്താൽ മാത്രമാണ് ഈ ചേഞ്ചസും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഒരു ബേസ് ലൈൻ. കാരണം നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചേഞ്ചസ് ഒന്നും നിങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പം ഇവിടെ നിങ്ങൾക്കാണ് ഈ ഒരു സമയം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ സമയത്ത് നിങ്ങളിലേക്ക് വേണ്ടതെല്ലാം അട്രാക്റ്റഡ് ആയിട്ട് യൂണിവേഴ്സ് കൊണ്ടെത്തിച്ചോളും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് ഒരു സെലിബ്രേഷൻ വരിക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. നിങ്ങളുടെ സോൾ എനർജി, അതുപോലെ തന്നെ അവിടെയുള്ള നെഗറ്റിവിറ്റീസ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതും, ആൻഡ് നിങ്ങളുടെ സോൾ എനർജി എന്തൊക്കെ കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതും ഒക്കെ നമ്മൾ നോക്കിയത്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, comment and subscribe to our channel. Thanks for your time. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 ഹൈ പ്രീസ്റ്റസ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം. ഹായ്, ഹലോ, ഗ്രൂപ്പ് നമ്പർ 2, യെസ്, ഹൈ പ്രീസ്റ്റസ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് ഇത്. നിങ്ങളുടെ സ്പ്രെഡ് ആണ്. നമുക്കത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ സോൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്
എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻ, ദ പ്രീസ്റ്റസ്. ഓക്കെ, നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. നമുക്ക് ഇവിടെ രണ്ടാമതും പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ. ആൻഡ് 10 ഓഫ് ഇൻസ്പിറേഷൻ. ഓക്കെ, യൂറോപ്യൻ ബീച്ച്, camphor. Okay, and health and acceptance ആണ്. ആൻഡ് അടുത്തത് നിങ്ങൾക്കുള്ള അഫർമേഷൻ ആണ് ഇത്. നമുക്കത് അവസാനം റീഡ് ചെയ്യാം. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ റീഡ് ചെയ്യാം. നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു സമയം പാഷൻ ആൻഡ് പേർപ്പസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു എൻതൂസിയാസം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് കണ്ടെത്താനുള്ള ആ ഒരു ക്വസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ക്വസ്റ്റ് എന്നുള്ളതല്ല, നിങ്ങൾക്കൊരു ഫയർ എനർജി നിങ്ങളിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. യു ആർ റെഡി ടു ഡു ഇറ്റ് എന്നുള്ള ഒരു എനർജി ആണ് ഉള്ളത്. അത് ഇവിടെ ചില വ്യക്തികൾക്ക് അത് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങുന്നതാവാം. അതായത് പുതിയ സംരംഭങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടക്കുന്നതാകാം. ആ ഒരു ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്റ്റൊമക്ക് എന്ന് പറയുന്നൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ആ ഒരു ഫയർ എനർജി അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി അത് ചേസ് ചെയ്യുന്നത്, നേടിയെടുക്കുന്ന ഒരു എനർജി, നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടം എന്ന് പറയുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നത്തിങ് കെൻ സ്റ്റോപ്പ് യു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്, ഇനി നിങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ശക്തമായ ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ അതെങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എങ്കിലും നിങ്ങൾ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അത് കൊണ്ടുതരും എന്നുള്ള ഒരു ട്രസ്റ്റ് ആൻഡ് ഹോപ്പ്, വിച്ച് ഇസ് എ വെരി ഗുഡ് എനർജി. ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളിലേക്ക് ഒരുപാട് വ്യക്തികൾ അട്രാക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് പ്രസന്റിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നിങ്ങൾക്ക് ഒരു നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് നേടിത്തരുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വരുന്നത്. ഒരു സ്പോണ്ടനിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം, നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അടുത്തതായിട്ട് നമുക്ക് പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. മുന്നോട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സ് ആണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ സ്ട്രോങ്ങർ ആക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ ഇപ്പോൾ അതാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഇംപ്രൂവ് ആവുന്നുണ്ട്. നിങ്ങളുടെ സൈക്കിക് പവർ നിങ്ങൾക്ക് ഇംപ്രൂവ് ആവുന്നുണ്ട്. ഇവിടെ ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങൾക്ക് സൈക്കിക് ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട്. ആ ഡ്രീംസിൽ നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതുമായിട്ട് ബന്ധമുള്ള, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസിനെ കുറിച്ചും ലഭിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് റൂൾ ചെയ്യുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്ലേ ആണ് ഈ ഡ്രീംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് ഓർക്കാൻ സാധിക്കില്ല. ചിലതൊക്കെ നമ്മൾ ഓർക്കുമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഈ ഓർമ്മയുള്ള കാര്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഉള്ള തോട്ട്സിനെ കുറിച്ചും, നിങ്ങളുടെ പേടികള്, ആഗ്രഹങ്ങള്, ഇങ്ങനെയുള്ള എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനെ മനസ്സിലാക്കാനും സാധിക്കും. എവിടെ അപ്പൊ കറക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കറക്ഷൻസ് എവിടെ വരുത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്ത്
അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്നും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ സ്വപ്നത്തിൽ ഒരു മരണം കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആരാണ് എന്താണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡെത്ത് കണ്ടു, നിങ്ങൾ അറിയാം, ഡ്രീം, നിങ്ങൾ സ്വപ്നത്തിൽ ഒരു ഡെത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഡെത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു എനർജിയാണ്. ഡെത്ത് കഴിഞ്ഞാൽ എന്താണ്? റീബർത്ത് ആണ്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇതൊരു സൈക്കിളാണ്. അപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ നെഗറ്റീവ് സിറ്റുവേഷൻസ്, ചാലഞ്ചിങ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ നിങ്ങൾ എൻഡ് ചെയ്യണം എന്ന് നിങ്ങൾ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഡെത്ത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരാൻ പോകുന്നുണ്ട്, ഒരു മാറ്റം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുക. ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കുക. അതേസമയം നിങ്ങൾക്ക് ഇപ്പം സ്വപ്നം കാണുന്ന സമയത്ത് ഡ്രീംസിൽ നിങ്ങൾക്ക് വളരെ ഒറ്റപ്പെട്ട് നിങ്ങൾ നടക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വേക്കിംഗ് ലൈഫിൽ നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്ന, നിങ്ങളുടെ കറണ്ട് ലൈഫിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഇമോഷൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു കെയർ ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ട അംഗീകാരം, റെക്കഗ്നീഷൻ, നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് മാറ്റുന്നത് വഴി നിങ്ങൾക്ക് ഈ സബ് കോൺഷ്യസിലുള്ള ആ ഒരു ഒറ്റപ്പെടൽ, ലോൺലിനെസ് എന്നുള്ള ആ ഡ്രീംസിനെ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡ്രീംസ് എന്ന് പറയുന്നത് വിട്ടുകളയല്ല, നിങ്ങളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ദുരൂഹമായ സാഹചര്യം തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സീക്രട്സ് ഒക്കെ പതിയെ റിവീലായി വരുന്ന, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് വരുന്ന ഒരു സമയവും കൂടാണ്. അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത് ആ സീക്രട്സ് എല്ലാം റിവീൽ ചെയ്ത് തരിക എന്നുള്ള മെസ്സേജാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് 10 ഓഫ് ഇൻസ്പിറേഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അൺനെസസറി ആയിട്ട് ഒരുപാട് ബേർഡൻസ് എടുത്ത് തലയിൽ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പൊ നിങ്ങൾ മറ്റുള്ളവർ കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ട് ഒരു നോ എന്നുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാൻ ഭയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊണ്ട വരെ വന്ന് നിന്നിട്ട് നിങ്ങൾക്കത് പുറത്തേക്ക് വരാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ പ്രയോറിറ്റൈസ് ആൻഡ് സിംപ്ലിഫൈ എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോറിറ്റി? നിങ്ങളുടെ സപ്പോസ് വർക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ജോലികൾ നിങ്ങളുടേതായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കലീഗ്സ് ആയിരിക്കാം, മറ്റുള്ളവർ വന്നിട്ട് നിങ്ങളോട് അത് ചെയ്യും, അവർക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമോ, അവരുടെ വർക്ക് ഒന്ന് ഷെയർ ചെയ്യാമോ, ഇതൊക്കെ കാര്യങ്ങൾ പലതും ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വർക്കിനാണോ പ്രയോറിറ്റി, നിങ്ങളുടെ മറ്റൊരാളുടെ വർക്കിനാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ നോ പറയേണ്ടടുത്ത് ആ നോ ശക്തമായിട്ട് പറയുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയത്ത് അത് നോ തന്നെ നിങ്ങൾ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാം കൂടെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നടക്കുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആയി പോവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെയാണ് നിങ്ങളിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഇവിടെ വെക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സമയം മറ്റുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും നല്ലതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, വളരെ നല്ലതാണ്. പക്ഷെ അത് നമ്മളെ മറന്നുകൊണ്ടാവരുത് എന്നുള്ളൊരു മെസ്സേജാണ്. ഇവിടെ ഒരു ബർഡൻ വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് ഒരു മടുപ്പ്, ജീവിതത്തിനോട് ഒരു മടുപ്പ് ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു ബർഡൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒഴിവാക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഉള്ളത്.
അടുത്തായിട്ട് നമുക്ക് ഹെൽത്ത് ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് വരുന്നത്. ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അതിനൊരു ഹീലിംഗ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോള്. കാരണം നിങ്ങൾ കുറച്ചൊക്കെ തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഏകദേശം കുറച്ച് തിരിച്ചറിവ് വന്നിട്ടുള്ള വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ 2. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു സ്പിരിച്വൽ നോളജ് കുറച്ച് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ വളരെ സ്പിരിച്വൽ പേഴ്സൺ ആണ്, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, സ്ട്രോങ് ഫെമിനൈൻ എനർജി ക്യാരി ചെയ്യുന്ന വ്യക്തികളാണ്. ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് തന്നെ ഇൻറ്റ്യൂഷൻസ് ആണ്, ഇമോഷൻസിന്റെ കൺട്രോൾ ആണ്, മൂൺ എനർജി, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ആ ഇമോഷണൽ ബാലൻസ് എങ്ങനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്, അതിന് നിങ്ങൾ ബാലൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾ ഉറ്റുനോക്കുന്നതായിട്ട് കാണാം. ആ ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഇവിടെ നിങ്ങളുടെ സോൾ ഇപ്പൊ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹോണർ ദ ഫിസിക്കൽ വെസൽ ദാറ്റ് എൻഷ്രൈൻസ് മൈ സോൾ. യെസ്, ഇവിടെ ഒരു ഫിസിക്കൽ ബോഡിയെ കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ ബേർഡൻസ് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽസ് നിങ്ങളുടെ ശരീരത്തിനെ മറന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നൊരു മാറ്റം ഈ ഒരു സമയത്ത് ആവശ്യമാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ കറക്ഷൻസ് വരുത്തുക, പ്രോപ്പറായിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഇന്ന് ഒരു സമയത്ത് എഴുന്നേൽക്കുന്നു, ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, നാളെ വേറൊരു സമയത്ത് എഴുന്നേൽക്കുന്നു, അടുത്തൊരു സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയും. നിങ്ങളുടെ സബ് കോൺഷ്യസിന് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ലീഡ് ചെയ്യും. അതുവഴി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയാനായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും നിങ്ങളുടെ ജോലികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സമയം നിങ്ങൾ ഡെയിലി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയമാവുമ്പോൾ സബ് കോൺഷ്യസ് നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും, യെസ് ഇറ്റ്സ് ടൈം ഫോർ ഫുഡ് എന്നുള്ളത്. നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങും. പക്ഷെ നിങ്ങളിപ്പോൾ എപ്പോഴും ലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്കത് സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അടുത്തതായിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് എന്നുള്ള ഒരു കാർഡാണ്. ഐ എം ലേണിംഗ് ടു ആക്സെപ്റ്റ് ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ചേഞ്ച്. യെസ്, നിങ്ങൾ ഇവിടെ നമുക്ക് മറ്റ് വ്യക്തികൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തികളെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. എന്ത് തന്നെയാണെങ്കിലും ഇതാണ് എന്ന് ഉൾക്കൊള്ളുക. ഇത് എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. അതിപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും യെസ് എൻ്റെ സാഹചര്യം ഇതാണ് എന്നുള്ള ആദ്യത്തെ തിരിച്ചറിവ് ആണ് വേണ്ടത്. ആ തിരിച്ചറിവിൽ നിന്ന് നിങ്ങൾക്ക് ആദ്യം ചുവടെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ സാഹചര്യം, അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കറക്ഷൻസ് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമാണ് നിങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾക്ക് ഇവിടെ ഒരു ഹീലിംഗ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഹീലിംഗ് സംഭവിച്ച് നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാനായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത് യൂറോപ്യൻ ബീച്ച് ആൻഡ് ക്യാമ്പ് എനർജിയാണ് വന്നിരിക്കുന്നത്. യെസ്, ഈ ഒരു ബീച്ച് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ പ്രീസ്റ്റസുമായിട്ട് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ നോളജ് വർദ്ധിക്കണം, നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഫോക്കസ്, ഇതൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കണം. വിസ്ഡം നിങ്ങൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അട്രാക്റ്റഡ് ആയി വരുന്നത്, നിങ്ങളുടെ സോൾ ഇപ്പൊ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിസ്ഡമാണ്. ഡെഫിനറ്റ്ലി അതിന് പ്രാക്ടിക്കൽ വേസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഒരുപാട് ബുക്സ് വായിക്കുക, അറിവുകൾ ശേഖരിക്കുക, പഠനങ്ങൾ നടത്തുക, അതുപോലെ വേർഡ്സ് ത്രൂ നിങ്ങൾ അറിവുള്ള വ്യക്തികളുടെ സംഭാഷണങ്ങൾ കേൾക്കുക, സ്പീച്ചസ് കേൾക്കുക, അതുപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒരുപാട് കാണുന്നതിലും ഒക്കെ ഇതുപോലെയുള്ള സബ്ജക്റ്റുകളെ കുറിച്ചും മാത്രമല്ല നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വിജ്ഞാനം വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും
നല്ലൊരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. കാര്യം നമുക്കിത് ഗ്രൂപ്പ് നമ്പർ 1ലും സിമിലർ ആയിട്ടുള്ള എനർജീസ് വന്നിരുന്നു. കാര്യം അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു മോഡിൽ നിങ്ങളുടെ സോള് ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾക്ക് ഇനി അങ്ങോട്ടൊരു ഗ്രോത്ത് ആണ്. എനിക്കെല്ലാം അറിയാം, എനിക്കിനി ഒരു മാറ്റവും വരുത്താനില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾ നെഗറ്റിവിറ്റി മാത്രമാണ് അട്രാക്ട് ചെയ്യുക. അതേസമയം നിങ്ങളുടെ അറിവ് നിങ്ങൾക്കത് ഇന്ന ഒരു പ്രത്യേക മേഖല എന്നൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചെടുത്ത് നിങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ സോൾ നറിഷ്ഡ് ആവുകയാണ്, ഒരു സോൾ നറിഷ്മെന്റ് ആണ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ ഹാർഡ് വർക്ക് ഒക്കെ കൊടുത്ത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ദോ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടാതെ പോയി, അപ്പൊ നിങ്ങളൊരു നിരാശയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഓൾട്ടർനേറ്റ് പ്ലാൻ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു യൂറോപ്യൻ ബീച്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നട്ട്സ് മൾട്ടി പർപ്പസ് ആണ്. എന്നാലും അതിന്റെ നട്ട്സ് നമുക്ക് കോഫിക്കൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഹെൽത്തിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്യാംഫർ എനർജി പറയുന്നത്, നിങ്ങൾ ബ്രീതിങ് എക്സസൈസസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾക്ക് ബാലൻസ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ചില വ്യക്തികൾക്ക് ഇവിടെ ആസ്മ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ലങ് ഡിസീസസ് ഉണ്ടെങ്കിൽ, ബ്രീതിങ് ട്രബിൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വേറെ അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻസ് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം നിങ്ങൾക്ക് ഈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊരു ഇൻക്ലിനേഷൻ, സോളിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ കൂടുതലായിട്ടുള്ള ഒരു സ്പിരിച്വൽ നോളജ് ഗെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെഡിറ്റേഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്ന, ചില വ്യക്തികൾക്ക് ചന്ദനത്തിരി ആയിരിക്കാം, ചില വ്യക്തികൾക്ക് കാൻഡിൽസ് ആയിരിക്കാം, സെന്റഡ് കാൻഡിൽസ് ആയിരിക്കാം. അപ്പൊ അതെന്താണ് നിങ്ങളുടെ താല്പര്യം എന്ന അനുസരിച്ച് നിങ്ങൾ അതുപോലെയുള്ള ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്ന, ചിലപ്പോൾ ഡ്രൈ ഫ്ലവേഴ്സ് ആയിരിക്കാം, ഫ്രാഗ്രൻസ് ഉള്ള ഫ്ലവേഴ്സ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അരികിൽ വെക്കുന്നത് ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ ചില വ്യക്തികൾക്ക് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ് എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ ഒരു വീട് പരിസരമൊക്കെ നിങ്ങൾക്കൊന്ന് ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം, ഒരു നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും സാഹചര്യവും നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. അപ്പൊ ഈ ഇത് കുന്തിരിക്കം പുകയ്ക്കുക, അതല്ലെങ്കിൽ കർപ്പൂരം പുകയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കൊണ്ടുതരും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്കൊന്ന് പ്യൂരിഫൈ ആക്കുക, നിങ്ങളുടെ അന്തരീക്ഷം ശുദ്ധമാക്കുമ്പോൾ ആ ഒരു വായു ഒന്ന് ശുദ്ധമാകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി അതൊരു പോസിറ്റിവിറ്റി കൊണ്ടുതരും എന്നുള്ളൊരു മെസ്സേജ് ആണ്. യെസ്, അപ്പൊ നിങ്ങളുടെ മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ആൻഡ് ഷീ നോസ് എവ്രിതിങ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങളത് ഇവിടെ ആക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട്. സാഹചര്യത്തിനെയൊക്കെ നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളരെ കുതിച്ചു പായാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻസിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഫയറോട് കൂടിയിട്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കുതിച്ച് പറക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ്. അതിന് ശക്തമായി വേണ്ട നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്കുണ്ട്. അത് നമുക്ക് 2 തവണ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് ഈ ഹൈ പ്രീസ്റ്റസ്, വിച്ച് മീൻസ് യു ആർ വെരി പവർഫുൾ
നിങ്ങൾക്ക് മറ്റു വ്യക്തികളുടെ ഓറ റീഡ് ചെയ്യാനും മറ്റു വ്യക്തികളെ കുറിച്ച് ഈവൻ നിങ്ങൾക്ക് ഈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു നോളജ് നിങ്ങൾക്കുള്ള വ്യക്തികളാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനത്തെ ഒരു നോളജ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ. ഇത് ഒരു ചില വ്യക്തികൾക്കാണെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് എന്നൊക്കെ പുറത്ത് വരുന്നതായിട്ടൊക്കെ ഉള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. വളരെ അഫക്റ്റഡ് ആയിരുന്നെങ്കിൽ മൊത്തത്തിൽ ടോട്ടലി നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു വിച്ച് എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ഒരു വിച്ച് എനർജി എന്ന് പറയുമ്പോൾ ഒക്കൾട്ടിനോട് മിസ്റ്റിക്സിനോടൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിട്ട്, നമ്മളിവിടെ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ ഇത് ഒരു ഫീമെയിൽ തന്നെ ആവണമെന്നില്ല. ഫീമെയിൽ ഓ മെയിൽ ജെൻഡർ എന്തും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ആ എനർജിയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജി ആണ് ഇപ്പോൾ സ്ട്രോങ് ആവുന്നത്. അതായത് അത് വെറും ഒരു ഫെമിനൈൻ എനർജി എന്നുള്ളതിലേക്ക് ഉപരിയായിട്ടൊരു ഇൻറ്റ്യൂട്ടീവ് പവർഫുൾ ഒരു വിച്ച് എനർജിയാണ് വരുന്നത്. വിച്ചസ് എന്ന് പറയുമ്പോൾ നേച്ചറുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. മറ്റ് വ്യക്തികളുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർക്ക് നേടിയെടുത്തു കൊടുക്കാൻ സാധിക്കുന്ന എനർജി പവർ ഉള്ള വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ അത്രയും പവർ ഉള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് പവർ ഒക്കെ ഉണ്ട്. നിങ്ങളോട് മറ്റു വ്യക്തികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ ലൈഫിലെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾ ഇവിടെ നിങ്ങൾ മെഡിക്കൽ ഫീൽഡുമായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തും വന്നിട്ടുണ്ട്. അപ്പം ഒരു ഹീലിംഗ് നിങ്ങളുടെ ഒരു നാച്ചുറൽ ടാലന്റ് ആണ് ഇവിടെ. യെസ്, ആൻഡ് നിങ്ങൾക്കുള്ള ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് ഐ റേഡിയേറ്റ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. യെസ്, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര നിങ്ങളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ സക്സസിനെ ഹെൽപ്പ് ചെയ്യും. കാര്യം മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ ധൈര്യപൂർവ്വം തുറന്നു പറയാൻ, ആഗ്രഹം തോന്നുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ, ഇതിനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കിപ്പോൾ അനിവാര്യമാണ്. അത് ആ കോൺഫിഡൻസ് വേണം എന്നുള്ള തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പൊ ആ തിരിച്ചറിവിനെ നിങ്ങൾ പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. സോ യെസ്, ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇപ്പോഴും ഒരു 70% ആൾക്കാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. യെസ്, സോ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആണ് താല്പര്യം, ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ all of you all take care. Bye.